അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവർ, നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്ന് ഒക്ടോബർ 11 ശനിയാഴ്ച ചന്ദ്രികയിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. ചന്ദ്രികയുടെ അവസാന പേജിൽ വന്നിട്ടുള്ള റിപ്പോർട്ട്. ഇന്ന് ലോക ദേശാടന പക്ഷി ദിനമാണ്. ഭൂമിയുടെ അവകാശികൾക്ക് സംരക്ഷണമൊരുക്കുക എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. മലപ്പുറം. ഭൂമിയുടെ അവകാശികൾക്കും ദേശാടന പക്ഷികൾക്കും സംരക്ഷണമൊരുക്കണമെന്ന് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഭൂമിയുടെ അവകാശികൾക്ക് സംരക്ഷണമൊരുക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ലോക ദേശാടന പക്ഷി ദിനത്തിൽ ഹൃദ്യമായി അഭിനന്ദിക്കുന്നതായും തങ്ങൾ വ്യക്തമാക്കി. 10,000-കണക്കിന് കാതമകലെ നിന്ന് മുറതെറ്റാതെ ദേശാടനം നടത്തുന്ന പക്ഷികളുടേത് അത്ഭുത ലോകമാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ തിരുനാവായ സൗത്ത് പല്ലാർ എന്ന കൊച്ചു ഗ്രാമം സന്ദർശിച്ചപ്പോഴാണ് ഇതേക്കുറിച്ച് കൂടുതൽ അടുത്തറിഞ്ഞത്. നാട്ടുകാരനും അധ്യാപകനുമായ സൽമാൻ കരിമ്പനക്കൽ ഈ പ്രദേശത്തെ പക്ഷി സങ്കേതത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സന്ദർശിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചേരാക്കൊക്കൻ ഏഷ്യൻ ഓപ്പൺ ബിൽ സ്റ്റാർക്ക് കോളനിയായിരുന്നു ഇത്. ഇവയുടെ പ്രജനന സമയത്തായതിനാൽ ധാരാളം കൊക്കുകളെ ഇവിടെ കാണാനും അവ കൂട്ടുകൂടുന്നതും നേരിൽ കണ്ടു. 2013 മുതലാണ് ഈ പക്ഷികൾ ഇവിടെ കൂടുവെച്ച് തുടങ്ങിയതെന്ന് നിരീക്ഷകർ വഴി അറിയാൻ കഴിഞ്ഞു. ചേരാക്കൊക്കൻ, ചേരാക്കോഴി, വെള്ളരിവാൾ കൊക്കൻ, ചെമ്പനരിവാൾ കൊക്കുകൾ, വർണ്ണക്കൊക്കുകൾ, താമരക്കോഴികൾ, പെരുമുണ്ടി, ചിന്നമുണ്ടി, ചെറുമുണ്ടി, കാലിമുണ്ടി, നീർക്കാക്കകൾ, നീലക്കോഴി, ചാരമുണ്ടി, കന്യാസ്ത്രീ കൊക്ക്, പാതിരാക്കൊക്ക്, കുളക്കൊക്ക്, നീർക്കാടകൾ തുടങ്ങി നിരവധി നീർപക്ഷികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ് പല്ലാർ പക്ഷി സങ്കേതം. ഇതിൽ പലതും ഇവിടെ കൂടുകൂട്ടി കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ താമര കൃഷി ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. വർഷം മുഴുവൻ വെള്ളക്കെട്ടായതിനാൽ ജലജീവികൾ ധാരാളം അധിവസിക്കുന്നുണ്ട് ഇവിടെ. ഇത്തരം നീർപക്ഷികൾക്ക് ഭക്ഷണവും സുരക്ഷയും ഒരുക്കുന്നതിനാൽ ദേശാടകരായ പല നീർപക്ഷികളും ഇപ്പോൾ ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട്. തിരൂർ പുഴയുടെ ഭാഗമായ വാളില്ല പുഴയുടെ തീരത്തുള്ള മരങ്ങളിലും മറ്റുമായാണ് ഇവർ കൂടുവച്ചിട്ടുള്ളത്. മഴക്കാലമാകുമ്പോൾ കൂടുകൂട്ടാൻ തുടങ്ങി സെപ്റ്റംബർ ഒക്ടോബറോടെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഇവിടം വിട്ട് പോകും. ഇവരുടെ സംരക്ഷണത്തിനായി പരിസ്ഥിതി സംഘടനകളായ റീഎക്കോയുടെ ഇടപെടൽ മൂലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വാച്ചറെ നിയമിക്കുകയും സംരക്ഷണ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തത് കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായി. നാട്ടുകാരൻ പരേടത്ത് മുഹമ്മദ് കോയ ഉൾപ്പെടെയുള്ള സമീപത്തെ വീട്ടുകാർ ഇവക്ക് വേണ്ട സംരക്ഷണം നൽകുന്നുണ്ട്. പ്രിയപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ പക്ഷികളെ വീക്ഷിക്കുന്ന ഒരു ഫോട്ടോ കൂടിയാണ് ഇന്നത്തെ ദിനപത്രത്തിൽ ചന്ദ്രികയിൽ വന്നിട്ടുള്ളത്. ഏറെ സന്തോഷം നിറഞ്ഞ ഒരു റിപ്പോർട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് എത്തിക്കാൻ കഴിഞ്ഞത്. ഇന്ന് ലോക ദേശാടന പക്ഷി ദിനം എന്നുള്ള തലക്കെട്ടിൽ പ്രിയപ്പെട്ട തങ്ങൾ എഴുതിയിട്ടുള്ള ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് അത് വലിയ ഒരു സന്തോഷമായി ഞാൻ കണക്കാക്കുകയാണ്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. യാത്രകളിൽ ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മനസ്സിന് കുളിർമയേറും. ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഈ പാടശേഖരങ്ങളിൽ നമ്മുടെ യാത്രകളിലൊക്കെ പോകുമ്പോൾ പാടശേഖരങ്ങളിലും മറ്റുമൊക്കെ ഇതുപോലുള്ള കൊക്കുകളും പല ഭാഗത്തും പല പേരുകളിലാണ് ഇവയൊക്കെ അറിയപ്പെടുന്നത്. എങ്കിൽ കൂടി നൂറുകണക്കിന് കൊക്കുകൾ സ്ഥിരമായി
അവിടെ കൂടുകളൊക്കെ കൂട്ടി താമസിക്കുന്ന സ്ഥലങ്ങൾ ഏറെ നമുക്ക് കാണാൻ കഴിയും. ചില ഭാഗങ്ങളിലൊക്കെ പാടശേഖരങ്ങളിൽ ഒടിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള ദേശാടന പക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ആ ഒരു കൂട്ടം കൂടിയുള്ള പറക്കലും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ചേർന്നുള്ള പറക്കൽ ഒരു വലിയ ആകാശത്തെ വലിയ ഒരു സന്തോഷം നൽകിക്കൊണ്ട് ആകാശത്തെ നീലിമയിൽ അലിഞ്ഞു ചേർന്ന അവരുടെ കൂട്ടമായുള്ള പറക്കലൊക്കെ നമുക്കേറെ സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. ഏതായാലും ഇന്നത്തെ ഈ ഒരു ലോക ദേശാടന പക്ഷി ദിനത്തിൽ ഇതുപോലുള്ള റിപ്പോർട്ടുമായി നിങ്ങൾക്ക് മുമ്പിലെത്താൻ കഴിഞ്ഞത് ജീവിതത്തിൽ വലിയ സന്തോഷമായി കണക്കാക്കുകയാണ്. പ്രിയപ്പെട്ട തങ്ങളുടെ റിപ്പോർട്ട് കൂടി നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുന്നു. ഇതുപോലുള്ള വീഡിയോയുമായി സുപ്രധാനമായ ചരിത്രപരമായ മറ്റുള്ള വീഡിയോസുമായി ഒക്കെ നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനുമൊക്കെ ശ്രമിക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമൊക്കെ ശ്രമിക്കണമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാ അസ്സലാമ.